നമസ്കാരം. സ്പാർക്കിൽ പുതുതായി വന്ന ഒരു ഫീച്ചറിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ജീവനക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ സ്പാർക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2011 മുതൽ ഇങ്ങോട്ടാണ് ഇത്തരത്തിൽ മുഴുവൻ വ്യക്തിഗത വിവരങ്ങളും രേഖപ്പെടുത്തി തുടങ്ങിയത്. അന്നൊക്കെ ജോയിൻ ചെയ്യാൻ വരുന്ന ഓരോ ജീവനക്കാരനും സ്വന്തമായി ഒരു മെയിൽ ഐ ഡി ഒന്നും ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാ ജീവനക്കാർക്കും സ്വന്തമായ ഒരു മെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്. അന്നൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇമെയിൽ എന്ന് പറയുന്ന ഒരു സർവ്വസാധാരണമായ ഒരു സംഗതിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇമെയിൽ എല്ലാത്തിനും ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വരുന്ന മിക്കവാറും ജീവനക്കാർക്ക് മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ അന്ന് ജീവനക്കാർക്ക് മെയിൽ ഐ ഡി ഇല്ലെങ്കിലും സ്പാർക്കിൽ ഒരു മെയിൽ ഐ ഡി കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പലപ്പോഴും ആ ജോയിൻ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കുന്ന ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിൻ്റെ മെയിൽ ഐ ഡി, ഇതൊക്കെയായിരുന്നു ഭൂരിഭാഗം ജീവനക്കാരുടെയും സ്പാർക്കിലെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തി പോന്നിരുന്നത്. ഇത് ഒട്ടനവധി സന്ദർഭങ്ങളിൽ ആ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈനായി ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ GPFന്റെ ഓതറൈസേഷൻ വരുമ്പോഴുമൊക്കെ പല മെസ്സേജുകളും വരാറുണ്ട്, അല്ലെങ്കിൽ പല OTPകളും മെയിലിൽ വരാറുണ്ട്. അതെല്ലാം ആ മെയിൽ ഐ ഡിയിലായിരിക്കും വന്നുകൊണ്ടിരുന്നത്. ആ സ്ഥാപനത്തിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ ആ ക്ലർക്ക് സ്ഥലം മാറ്റം ലഭിച്ചു പോവുകയോ ഒക്കെ ചെയ്താൽ പിന്നെ ആ മെയിൽ ഐ ഡി ട്രേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് പല കാര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. അന്ന് നമുക്ക് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള അവസരമൊക്കെ സ്പാർക്കിലുണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ അപേക്ഷ കൊടുത്ത് അത് ചെയ്യിക്കണമായിരുന്നു. അതിനൊരു പരിഹാരമായാണ് ഈ പുതിയ ഫീച്ചർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പുതിയ സംവിധാനത്തിലൂടെ ഓരോ ജീവനക്കാരനും അവരുടെ ഇൻഡിവിജ്വൽ ലോഗിനിൽ കയറി തങ്ങളുടെ സ്വന്തം മെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് സ്പാർക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. ഇവിടെ ഞാനൊരു എംപ്ലോയിയുടെ ഇൻഡിവിജ്വൽ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിനിലേക്ക്, ഇത് ക്ലർക്കിൻ്റെ ലോഗിനല്ല, ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിനിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആ പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള ഒരു നോട്ടീസാണ് കാണുന്നത്. അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇൻ സ്പാർക്ക്. അതായത് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്യാം, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ അതിനകത്തില്ലെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പുതിയ ഫീച്ചറാണ്. യു ഹാവ് നോട്ട് യെറ്റ് വെരിഫൈഡ് ഇമെയിൽ ഐ ഡി ഇൻ സ്പാർക്ക്. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ടു വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് ഇറ്റ് നൗ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം, നമുക്ക് മറ്റൊരു അവസരത്തിലാകാം. നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി കയറിയതാണ്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പുതിയ മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ബോക്സാണ് ഈ കാണുന്നത്. നമ്മളിതിൽ നമ്മുടെ പുതിയ മെയിൽ ഐ ഡി, നമ്മൾ ഏത് മെയിൽ ഐ ഡിയാണോ ഇതിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെയിൽ ഐ ഡിയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ആ മെയിൽ ഐ ഡി നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക, കാരണം ഇതിലൊരു OTP വരും. ആ OTP ആ മെയിൽ ഐ ഡിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. നമ്മളിവിടെ നമ്മുടെ പുതിയ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പുതിയ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തു. ഈ OTP വരാൻ പോകുന്നത് ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സെൻഡ് OTP കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ മെയിൽ ഐ ഡി ഇവിടെ ഉണ്ട്. എൻ്റർ OTP റിസീവ്ഡ് ഓൺ ഇമെയിലിനാണ്. നമ്മുടെ ആ ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. നമ്മൾ ആ OTP എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ആ OTP വന്നിട്ടുണ്ട്. ഞാൻ ആ OTP എൻ്റർ ചെയ്യുന്നു. ഇതെൻ്റെ മെയിൽ ഐ ഡിയിലാണ് വന്നിരിക്കുന്നതെന്ന് ഓർക്കുക, മൊബൈൽ നമ്പറിലല്ല, നമ്മുടെ മെയിൽ ഐ ഡി. ഞാൻ ആ മെയിൽ ഐ ഡിയിൽ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്തു. വെരിഫൈ OTP ആൻഡ് അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുന്നു. യു ആർ ഗോയിങ് ടു അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഇൻ സ്പാർക്ക്. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ കൊടുക്കുന്നു. ഇമെയിൽ ഐ ഡി ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. പ്ലീസ് ക്ലിക്ക് ലോഗിൻ ബട്ടൺ ടു പ്രൊസീഡ്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി അപ്ഡേഷൻ ആയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട്. നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അഡ്മിൻ നോക്കി പേഴ്സണൽ മെമ്മോറാണ്ടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നോക്കുക. അത് നമ്മുടെ പുതിയ മെയിൽ അഡ്രസ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് നമ്മുടെ മെയിൽ ഐ ഡി അതിൽ ചേഞ്ചായി വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ മെയിൽ ഐ ഡി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്ന വിധം. ഈ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ഇത് എല്ലാവരും ചെയ്തു വെക്കുന്നതാണ് നല്ലത്. എല്ലാ ജീവനക്കാർക്കും സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്രദമാണെന്ന് വർക്കിംഗ് ക്ലാസ്സും വിചാരിച്ച് അതിൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. താങ്ക് യു.